കോവിഡ് വന്നപ്പോഴത്തേനും നമ്മൾ വീട്ടിൽ ഇരുന്നിരുന്നിരുന്ന് ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെ. പക്ഷെ ആ സമയത്ത് ഞാൻ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് അതൊക്കെയാണ് ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തോ. അങ്ങനെയാണ് ഈ സീരിയലിൻ്റെ ഇത് വന്നിട്ട് റീ എൻട്രി എന്നൊക്കെ പറയാം. കുറേ നാളിന് ശേഷം ചെയ്യുന്നതാണ്. അതെന്താണേലും അടിപൊളിയായി. നമ്മൾ മുൻപ് ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഇതുപോലെ നെഗറ്റീവ് ആയിരുന്നോ? ആക്ച്വലി ആ സീരിയലിലെ നെഗറ്റീവ് ആയിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അത് നെഗറ്റീവ് ക്യാരക്ടർ. എനിക്കൊന്ന് എൻ്റെ മോന്ത കണ്ട പിന്നെ നെഗറ്റീവ്. ഇപ്പൊ നമ്മള് ലൈഫിൽ നോക്കുകയാണെങ്കിൽ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് നഴ്സായിട്ട് വർക്ക് ചെയ്തു, അതിനുശേഷം ഫിലിംസ് ചെയ്തു, ഇപ്പൊ സീരിയൽസ് ചെയ്യുന്നു, അങ്ങനെ പല പല റോൾസ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടം ചെയ്യാൻ ഇഷ്ടം? സീരിയൽസ്. കുഞ്ഞിലെ തൊട്ടേ എനിക്ക് മാഗസിൻ്റെ മുഖചിത്രമാകണം, അങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്വപ്നം കാണൂല്ലേ, അങ്ങനെ ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ശരിക്കുള്ള നാട് പത്തനംതിട്ടയാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും നഴ്സിങ്ങിനാണ് വിടുന്നത്. അപ്പോൾ എൻ്റെ പപ്പ എന്നെ നഴ്സിങ്ങിന് വിട്ടു. ആ ഫ്ലോയിലങ്ങ് പോയതാണ്. പക്ഷെ ആ കറക്റ്റായിട്ട് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഉള്ളിലെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ടാലന്റ് കിടക്കുന്നത് ഈ ഒരു ഏരിയ ആയതുകൊണ്ട്. അതെ, അതെൻ്റെ ഒരു ഭയങ്കര ഒരു ഇതാട്ടോ. നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കും, അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണേലും. നമ്മുടെ ആൽക്കമിസ്റ്റ് അവിടെ വർക്കായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ എത്തി. എൻ്റെ അരുതി വർക്കായി.